ജംഗ്ഷനിലും കണ്ടില്ല. ഇനിയിപ്പോ ഞാൻ എവിടെ ചെന്ന് തപ്പുമെന്തോ 4 കാലിൽ വരുമായിരിക്കും. പശുവിനായിട്ട് വന്നേക്കണേ. യോ ചേട്ടാ വന്ന് പശു ഉണ്ട്. ചേട്ടാ 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 എന്താ പശുവിനെ കൊണ്ടുവന്നില്ലേ? പശു സൂപ്പർ പശുവാണ്. പശുവിനെ കാണാൻ വാടി വാടി. പശുവിനെ കാണാൻ പാടില്ല. എന്താ നിങ്ങളൊന്നും പരിചയമുണ്ടോ? ഇല്ല. ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കയറിക്കോളൂ. പുറംകാലിനാണ് ഏറ്റവും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഒന്ന് ഇടപഴകിയതിന് ശേഷം പശുവിനെ തൊട്ടാ മതി. അല്ല ഈ പൈക്ക് എത്രയാ വില? അപ്പൊ നീ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവാണ്. ഇതേ ചോദ്യം കണക്ക് മാഷ് എന്നോട് ചോദിച്ചപ്പോഴാണ് എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്ത് പൈയുടെ വില എത്ര? പൈത കോറസ് എന്താണ്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ആകെപ്പാടറിയാവുന്ന കൊച്ചിൻ കോറസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ നീ എന്നെ ഇറക്കി വിടാനുള്ള പരിപാടിയാണോ പൈയുടെ വിലയൊക്കെ തിരക്കുന്നത്? ഓ എന്റെ ചേട്ടാ, അത് പൈതഗോറസ് സിദ്ധാന്തത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ സിദ്ധാന്തം കാരണമാണ് എന്റെ വിദ്യാഭ്യാസം മുടങ്ങിയത്. അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ പശുവിന്റെ വില എത്രയായിന്ന്. പശുവിന്റെ വിലയാണോ ചോദിച്ചത്? പശുവിന് 35,040,000. 35,000 45,000 രൂപ. എന്നാലും ലാഭമാണ്. ഞാൻ 50,000 രൂപ കൊടുത്തിട്ട് 5,000 രൂപ നമ്മൾ ലാഭിച്ചില്ലേ? എന്നിട്ട് ആ പൈസ എവിടെ? ബാക്കി പൈസ പുല്ല് മേടിച്ച്. എന്ത് മേടിച്ച്? പുല്ല് മേടിച്ച്. 5,000 രൂപക്കും പുല്ലോ? 5,000 രൂപയ്ക്ക് പുല്ല് മേടിച്ചാൽ നോക്കത്തില്ലേ? അല്ല എന്തിനാ ചേട്ടാ നിങ്ങളിത് മൂടിയിട്ടേക്കുന്നത്? മൂടിയിട്ടേക്കെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ലല്ലോ. പശു ഉദ്ഘാടനം കഴിയണ്ടേ? ഉദ്ഘാടനം എന്തിനാന്നേ? പിന്നെ നീ കാർ മേടിച്ചപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോ കാർ മൂടിപ്പോയിട്ടേക്കല്ലായിരുന്നു. അതാണ് അത് വലിച്ച് ഇങ്ങനെ ഉദ്ഘാടനം. അല്ല ഒന്ന് നീങ്ങേ. എന്ത്? ഈ പശുവിന്റെ മുതുകത്ത് എന്താന്നേ ഒരു മുഴ വന്നേക്കുന്നേ? അത് മുഴയല്ലത്, അത് നീര് വെച്ചാണ്. ഈ പുല്ല് കൊടുക്കാൻ വേണ്ടി ഒരു തെങ്ങിന്റെ ചവിട്ടി ഞാൻ കൊണ്ട് കെട്ടിയായിരുന്നു. അപ്പൊ വലിയൊരു തേങ്ങ വീണിട്ട് അവിടെ നീര് വെച്ചേക്കാണ്. എന്നാ നമുക്ക് തടവി കൊടുക്കാന്ന്. തടവരുത്. തടവിയാൽ ആ നീര് പറ്റും. നീര് പറ്റരുത്. ഈ മുഴ ഇങ്ങനെ വലുതായിട്ടേ ഇത്രയാവുമ്പോ നമുക്ക് ഒട്ടകമാണെന്നും പറഞ്ഞ് മറിച്ചു വയ്ക്കാം. എന്തുവാ ചേട്ടാ നിങ്ങൾ പറയുന്നത്? എന്താണ്? എന്ത്? എന്നാലുവേ അതിനെ കാണുമ്പോ ഒരു കാളയുടെ മുഖച്ഛായ ഇല്ലേന്നൊരു ബോഡി ഷേമിങ്. ബോഡി ഷേമിങ് പാടില്ല. ബോഡി ഷേമിങ് പാടില്ല. അത് കേട്ടില്ല, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കി അവൾ നിനക്കൊരു പുരുഷന്റെ മുഖച്ഛായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കോ? നിനക്ക് വിഷമം ഉണ്ടായില്ലേ? അതുപോലെയാണ് ഓരോ ജീവികളും. സോഷ്യൽ മീഡിയയിൽ വന്നാൽ മോളെ ഏറി കയറി കറങ്ങത്തേ ഉള്ളത് ഇത്.